Hello, friends. Welcome back to the English time. We have studied the chapter The Mountain and the Squirrel. Now, look at its question and activity. Page number 76. നമ്മൾ ദ മൗണ്ടൈൻ ആൻഡ് ദ സ്ക്വയറിൽ എന്ന പാഠം പഠിച്ചു. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം. വാട്ട് മെയ്ഡ് ദ സ്ക്വയറൽ ആംഗ്രി? സ്ക്വയറൽ ദേഷ്യം പിടിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് സ്ക്വയറലിന് ദേഷ്യം പിടിച്ചത്? എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചത്? ദ മൗണ്ടൻ കോൾഡ് ദ സ്ക്വയറൽ ലിറ്റിൽ പ്രിഗ്. ഇതാണ് സ്ക്വയറലിന് ദേഷ്യം പിടിപ്പിക്കാനുള്ള കാരണം, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ക്വയറൽ സ്പീക്ക് ഓഫ് എ സ്ഫെയർ. വാട്ട് ഡസ് ഇറ്റ്സ് മീൻ? സ്ഫെയർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്ഫെയർ മീൻസ് ദ എർത്ത്, ഭൂമി എന്നാണ് അതുകൊണ്ടുള്ള അർത്ഥം. തേർഡ് ക്വസ്റ്റ്യൻ. ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? കവിതയിലൂടെ പോയറ്റ് പറഞ്ഞിട്ടുണ്ട് ടാലൻസ് ഡിഫർ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓരോ വ്യക്തികൾക്കും കഴിവുകൾ വ്യത്യസ്തമാണ്. മൗണ്ടൈൻ്റെ കഴിവല്ല സ്ക്വയറലിനുള്ളത്. പക്ഷെ കഴിവുകൾ ചെറുതാണെങ്കിലും ഓരോ കഴിവിനും അവരുടേതായ പ്രാധാന്യമുണ്ട്. ഓക്കെ, അതൊക്കെ അതിൽ എഴുതി ചേർക്കാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ മൗണ്ടൈൻ ആൻഡ് ദ സ്ക്വയറൽ സെറ്റിൽ ദെയർ ആർഗ്യുമെൻറ്റ്? എങ്ങനെയാണ് മൗണ്ടൈനും സ്ക്വയറലും അവരുടെ വാദങ്ങളിൽ സെറ്റിലായത്? സ്ക്വയറൽ എന്ത് പറഞ്ഞു? ഞാൻ ചെറുതാണെങ്കിലും എനിക്കതിൽ സങ്കടമൊന്നുമില്ല. ഞാൻ ചെറുതാണ്, നിന്നേക്കാൾ ചെറുതാണ് എന്നൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ കഴിവുകൾ വ്യത്യസ്തമാണ്. എനിക്കുള്ള കഴിവല്ല നിനക്കുള്ളത്, നിനക്കുള്ള കഴിവല്ല എനിക്കുള്ളത്, എന്നിട്ട് ആ കഴിവുകളൊക്കെ പറയുന്നു. പിന്നെ സ്ക്വയറൽ പറയുന്നു, നീ എനിക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കി തരുന്നതിൽ നന്ദിയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവരവരുടെ ആ വാദങ്ങളിൽ സെറ്റിൽ ആകുന്നത്. ഇനി and now we can go to the next question. Which one of the following does not match with the theme of the poem? ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന 4 കാര്യങ്ങൾ അതിൽ പോയത്തിൻ്റെ തീമുമായി മാച്ച് ചെയ്യാത്തത് ഏതാണ്? എവറി ക്രിയേച്ചർ ഇൻ ദ വേൾഡ്, ബിഗ് ഓർ സ്മാൾ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഒന്നെങ്കിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും. ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ. നത്തിങ് ഈസ് ഗ്രേറ്റർ ഓർ ലെസ് ദാൻ എനി അതർ. ഈ ലോകത്തുള്ള എല്ലാത്തിനും അതിൻ്റേതായ റോളുകളുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെക്കാൾ ചെറുതായിരിക്കും, വലുതായിരിക്കും, എങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട്. ഇനി ദ മൗണ്ടൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വയറൽസ് ഹെൽപ്പ്. മൗണ്ടൻ സ്ക്വയറലിനോട് സഹായാഭ്യർത്ഥന നടത്തി. ഏതാണ് ഈ പോയത്തിൻ്റെ തീമുമായി മാച്ച് ചെയ്യാത്തത് എന്ന് നോക്കിയിട്ട് അത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. ഫസ്റ്റ് ആക്ടിവിറ്റി. Fill in the columns with appropriate expression given in the brackets. താഴെ ബ്രാക്കറ്റിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് കോളത്തിലാണ് യോജിച്ചത്? സ്ക്വയറലിനൊരു കോളമുണ്ട്, മൗണ്ടൈന് മറ്റൊരു കോളമുണ്ട്. സ്ക്വയറലിനോട് യോജിച്ചത് സ്ക്വയറലിൻ്റെ കോളത്തിൽ എഴുതുക,
മൗണ്ടെയിനോട് യോജിച്ചത് മൗണ്ടെയിൻ്റെ കോളത്തിൽ എഴുതാം. വെരി ബിഗ്, ആരാണ് ഈ വെരി ബിഗ്? സ്ക്വയറൽ ആണോ മൗണ്ടെയിൻ ആണോ? സ്മാൾ, ചെറുതാരാണ്? ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക് സൈഡിൽ ഫോറസ്റ്റ് ഒക്കെ ചുമക്കുന്ന ആളാരാണ്? ക്യാൻ ക്രാക്ക് ആൻഡ് നെട്ട് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ആരാണ്? ഓരോരുത്തരുടെ കഴിവുകൾ അവിടെ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. റീഡ് ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം. പോയത്തിൻ്റെ ലാസ്റ്റ് 4 വരി. എ വെരി പ്രറ്റി സ്ക്വയറൽ ട്രാക്ക് ടാലൻറ്റ് ഡിഫർ. All is well and wisely put. If I cannot carry forest on my back, neither can you crack a nut. അപ്പോൾ ഇവിടെ in the first line, the word track has the same sound as the word back in the third line. ഒന്നാമത്തെ വരിയിലെ ട്രാക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് വേർഡ്, അതുപോലെ തേർഡ് ലൈൻ അതിലെ ബാക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് വേർഡും രണ്ടും അതിൻ്റെ അവസാനം സെയിം ശബ്ദമാണ്, സെയിം സൗണ്ടാണ്. ബാക്ക്, ട്രാക്ക്, ബാക്ക്. അപ്പോൾ ഇവിടെ ദ വേർഡ് ട്രാക്ക് റൈംസ് വിത്ത് ദ വേർഡ് ബാക്ക്. പിക്ക് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. ഇതിലെ ദ വേർഡ് ട്രാക്ക് റൈംസ് വിത്ത് ദ വേർഡ് ബാക്ക്. ട്രാക്ക് എന്നുള്ളത് ബാക്ക് എന്ന വേർഡിനോട് റൈംസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള റൈം വേർഡുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പോയത്തിലുള്ള വേറെ റൈം വേർഡ് പുട്ട്, നട്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ റൈം വേർഡുകളുണ്ട്. അവസാനത്തെ പദമായിരിക്കും പോയത്തിൻ്റെ ലാസ്റ്റ്. അത് മറ്റുള്ളതിനോട് യോജിച്ച് വരുന്നത് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 3. Read the following lines from the poem. The mountain and the squirrel had a quarrel, and the former called the latter little brick. In the third line, the sound L is repeated in the beginning of the word latter and little. പോയത്തിൽ ഉള്ള 3 വരിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ അവസാനത്തെ ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലാറ്റർ ലിറ്റിൽ ബ്രിക്ക് എന്ന് പറയുന്ന വരി, ആ വരിയിൽ എൽ എന്ന ശബ്ദം, ലാറ്റർ, ലിറ്റിൽ, അതിൽ എൽ എന്ന് പറയുന്ന ശബ്ദം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഇങ്ങനെ കോൺസനൻ്റ് ശബ്ദങ്ങൾ, അതായത് വവൽ ശബ്ദമല്ലാത്തത്. വവൽ ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. ഈ വവൽ ശബ്ദമല്ലാതെ കോൺസനൻ്റ് ശബ്ദങ്ങൾ ഒരു വരിയിൽ തുടക്കത്തിൽ, വേർഡ്സിൻ്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വരിയാണ് ആൻഡ് ദ ഫോർമർ കോൾഡ് ദ ലാറ്റർ ലിറ്റിൽ ബ്രേക്ക്. ഒരേ വരിയാണ്, അതിൽ ഓരോ പദത്തിൻ്റെ തുടക്കമാണ് ലാറ്റർ, ലിറ്റിൽ, എൽ എന്നുള്ള ശബ്ദം ആ പദത്തിൻ്റെ തുടക്കത്തിലാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു വരിയിലാണ്, തുടക്കത്തിലാണ്, പിന്നെ കോൺസനൻ്റ് ശബ്ദവുമാണ്. ഇത് 3 അലിട്രേഷനിൽ നോക്കേണ്ടത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. മൈ ലവ്സ് എ റെഡ് റോസ്. ഇൻ ദിസ് എക്സാമ്പിൾ ആർ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് 3 times. റെഡ് റോസ്, റെഡ് റോസ്, 2 റെഡ് ഉണ്ട്, പിന്നെ റോസ്. അപ്പോൾ ആർ എന്നുള്ള ശബ്ദം അതിൽ റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെ കോൺസണൻ്റ് ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. നൗ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ വേർഡ്സ് ദാറ്റ് ആർ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ ഫ്രം ദ ലാസ്റ്റ് 4 lines ഓഫ് ദ പോയം. പോയത്തിലെ അവസാന 4 വരിയിലെ അലിട്രേഷൻ എഴുതാനാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. അവസാനത്തെ 4 വരിയിലെത്തത് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 4. റൈറ്റ് എ സമ്മറി ഓഫ് ദ പോയം ചൂസിങ് റെലവൻറ്റ് സെൻറ്റൻസസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന സെൻറ്റൻസുകൾ വെച്ചിട്ട് നിങ്ങൾ പോയത്തിൻ്റെ
സമ്മറി എഴുതാൻ വേണ്ടിയിട്ടാണ്. ദ മൗണ്ടൻ ആൻഡ് ദ സ്കോറൽ ബിഗിൻ എ കോറൽ വിത്ത് ഈച്ച് അതർ. മൗണ്ടൈനും സ്കോറലും തമ്മിൽ ഒരു കോറൽ നടക്കുന്നു. ദ കോറൽ ബിക്കോസ് ദ മൗണ്ടൻ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കോറൽ നടക്കാനുള്ള കാരണം എന്താണ്? മൗണ്ടൈൻ ഇങ്ങനെ തോന്നാണ് അവനാണ് ഏറ്റവും വലുത് എന്ന്, അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ദ സ്കോറൽ സേസ് ദാറ്റ് ഇറ്റ്സ് ടേക്ക് എ ഇയർ ടു മേക്ക് ഓൾ ഷോർട്സ് ഓഫ് തിങ് ആൻഡ് വെദർ. അപ്പോൾ സ്ക്വയറൽ മറുപടി നൽകുന്നത്, ഒരു വർഷം ഉണ്ടാകണമെങ്കിൽ അതിൽ പല കാര്യങ്ങളുമുണ്ട്. നല്ല മഴ വേണം, കാറ്റ് വേണം, ഇടി വേണം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ഒരുമിച്ച് കൂടിയാലാണ് ഒരു വർഷം ഉണ്ടാകുന്നത് എന്ന് മറുപടി പറഞ്ഞു. ദ സ്ക്വയറൽ സേസ് ദാറ്റ് ഹീ ഈസ് ക്വിക്കർ ദാൻ ദ മൗണ്ടൈൻ. സ്ക്വയറൽ പറഞ്ഞു മൗണ്ടൈനേക്കാളും ക്വിക്കർ ഹീ ഈസ്, അദ്ദേഹം സ്ക്വയറൽ ആണ് എന്ന് പറഞ്ഞു. ദ മൗണ്ടൈൻ ഹാസ് ഗോട്ട് മെനി ട്രീസ് ഓൺ ഇറ്റ്. മൗണ്ടൈന് ധാരാളം മരങ്ങൾ ചുമക്കാൻ കഴിയും. ദ സ്ക്വയറൽ സേസ് ദ മൗണ്ടൈൻ ഈസ് വൈസ്. പിന്നെ ദ സ്ക്വയറൽ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ദ മൗണ്ടൈൻ ഫോർ ഗിവിങ് ഹിം എ പാത്ത് ടു മൂവ് അലോൺ. സ്ക്വയറൽ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് തനിക്ക് സഞ്ചരിക്കാനുള്ള പാത ഒരുക്കി തരുന്നതിന് മൗണ്ടൈനോട് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ദ പോയം ടെൽസ് അസ് ദാറ്റ് എവ്രി വൺ ഹാസ് ഹെർ ഓൺ ടാലൻറ്റ്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. എവറി വൺ ഹാസ് എ കോൺട്രിബ്യൂഷൻ ടു മേക്ക്. അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. കഴിവുകൾ വെച്ചിട്ട് അവർ അവരുടേതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ പോയത്തിനൊരു സമ്മറി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സമ്മറി എഴുതുമ്പം ഇത് ആരെഴുതിയ പോയാണ്, നാളിനാൾ എഴുതിയ പോയാണ്, ഇതിൻ്റെ ടൈറ്റിൽ എത്രത്തോളം യോജിക്കുന്നുണ്ട്, പിന്നെ ഇതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, ഇതിൻ്റെ മെയിൻ തീം എന്താണ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ സമ്മറി ഇതിന് തയ്യാറാക്കുക. ഓക്കെ, ഇത്രയുമാണ് വർക്കുകൾ എഴുതിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. താങ്ക് യു വെരി മച്ച്.